ക്യാബ്ജെമിനി എന്ന് ഒരു ഇവിടെ ബാംഗ്ലൂർ ഒരു IT സർവീസസ് കമ്പനിയിൽ പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം ഞാൻ ഡാൻസ് കൊണ്ട് നടക്കുന്നു. ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. അതാണെന്ന് തോന്നുന്നു അപ്പച്ചി മെയിനായിട്ട് എന്നെ ഇതിൽ കൊണ്ടുവരാനുള്ള ഒരു റീസൺ. ഇതില് ഞാൻ ഡാൻസ് തുടങ്ങിയത് എൻ്റെ 5 വയസ്സിലാണ്. അപ്പച്ചിയുടെ കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ് ആദ്യം ഡാൻസ്. വെരി ആർട്ടിസ്റ്റിക് ഫാമിലിയാണ്. അവരൊക്കെ ഭയങ്കര എഴുത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലോട്ട് ഡാൻസിലോട്ട് കൊണ്ടുവന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. കുറെ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അത് കാരണം അതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇതിലൊരു പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ കളിക്കും ഡാൻസ് പഠിക്കും തോറും എനിക്ക് ആദ്യം പഠിച്ചത് ഒരു അങ്ങനെ പഠിക്കണം പിന്നെ അതിൽ പ്രൊഫഷണലി കൊണ്ടുപോകണം എന്നൊന്നും വിചാരിച്ച് പഠിച്ചു തുടങ്ങിയതല്ല. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പം പിന്നെ അതിലൊരു സന്തോഷം കണ്ടു തുടങ്ങി. കുഞ്ഞായിരുന്നപ്പോഴും ഡാൻസ് കളിക്കുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം എനിക്ക് ഭയങ്കരമായിരുന്നു. അന്നും കൊച്ചായിരുന്നപ്പോൾ ടീച്ചേഴ്സിന്റെ കൂടെ സ്റ്റേജിൽ കയറുമ്പോഴും ഒക്കെ ഉള്ള ആ ഒരു സന്തോഷം എനിക്ക് വേറെ ഒന്നിലും കിട്ടത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അതിനെ കൂടെ കൊണ്ടുവന്നു. എനിക്കത് കൂടെ കൊണ്ട് നടക്കാനായിട്ട് പറ്റി. അപ്പം ഐ ഡിസൈഡഡ് എനിക്ക് ഡാൻസിന് കിട്ടുന്ന സന്തോഷം വേറെ ഒരു കാര്യത്തിനുമില്ല. അപ്പൊ ഇതെന്റെ ഒരു പാഷൻ ആണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ഒരു എൻ്റെ ലൈഫിന്റെ മെയിൻ പാർട്ടാക്കാനായിട്ട് ഡിസൈഡ് ചെയ്തു. അപ്പൊ എൻ്റെ ഫാമിലി എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഇവിടെ എൻ്റെ കൂടെ ഹസ്ബൻഡ് ഉണ്ട്. മനോജ് എന്നാണ് പേര്. സീമൻസിൽ വർക്ക് ചെയ്യണു. ഒരു മോനുണ്ട്, 22 വയസ്സ്. അവൻ കോളേജിൽ പഠിക്കുന്നു. ഇനിയിപ്പോ മാസ്റ്റേഴ്സിന് പോകുന്നു. അപ്പൊ എനിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. ചെറുതായിരുന്നപ്പോ അച്ഛനും അമ്മയും ചേച്ചിയും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എന്നെ പ്രോഗ്രാംസിനൊക്കെ കൊണ്ടുപോകാനായിട്ട്. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. പക്ഷെ എനിക്കൊരു ഡ്രൈവ് ഉണ്ടായിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ദാറ്റ് എനിക്ക് ഡാൻസ് വേണം എന്ന്. അപ്പോ അത് സ്റ്റോപ്പ് ചെയ്യാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഞാൻ വളരെ ക്ലിയർ ആയിരുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡാൻസ് തന്നെ ആവണം എന്നല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൈവിട്ട് കളയരുത്. എൻ്റെ മോന്റെ കാര്യം പറയാം. എൻ്റെ മോന് ഗിറ്റാർ വായിക്കും. ഇപ്പൊ ഈ റൂം കണ്ടത് ബാക്കിൽ കാണുന്നത് അവന്റെ റൂമാണ്. അവനൊരു ബാസ്കറ്റ് പ്ലെയറും കൂടിയാ. പക്ഷെ അവന് ഗിറ്റാർ ഇസ് എൻ ആർട്ട്. അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം ഇവഞ്ച്വലി ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. ഞാനിപ്പോ ക്യാബ്ജെമിനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ കുറേ സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഇപ്പൊ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി. ആൻഡ് ബാംഗ്ലൂർ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിൾ. അപ്പൊ അവിടുന്ന് അടുത്ത ഓഫീസിൽ തന്നെ എത്തുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ക്ഷീണിക്കും. അത് കഴിഞ്ഞ് ഓഫീസിലെ ജോലിയെല്ലാം കഴിഞ്ഞ് മീറ്റിങ്ങുകൾ എല്ലാം കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്കും എക്സോസ്റ്റഡ് ആണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഡാൻസ് ക്ലാസ്. എനിക്ക് വീക്ക് ഡേയ്സ് 3 ദിവസവും വീക്കെൻഡ്സ് 2 ദിവസവും ഡാൻസ് ക്ലാസ് ഉണ്ട്. ഞാൻ പക്ഷെ അത് മുടക്കാറില്ല. എനിക്ക് അവിടെ ചില ദിവസം വളരെ ടയേർഡായിരിക്കും, പക്ഷെ ഞാൻ ആ ഡാൻസ് ക്ലാസ്സിന് പോയിരിക്കും. ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡായിരിക്കും, പക്ഷെ ഞാൻ തിരിച്ചിറങ്ങി വരുന്നത് ചിരിച്ചുകൊണ്ടാണ്. അതെനിക്ക് 100% നിങ്ങളോട് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബിക്കോസ് ആ ഒരു സന്തോഷം 1.5 മണിക്കൂറേ ഉള്ളൂ ഡാൻസ് വൈകുന്നേരം. അത് കഴിഞ്ഞിറങ്ങി വരുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സ്ട്രെസ് കുറയും, എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് അവിടെ വരെ എത്തുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഓടിച്ച് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ BP ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ ആ സമയത്ത് ഹൈ ആയിരിക്കും. പക്ഷെ അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ BP നോക്കിയാൽ നല്ല കൺട്രോളിലായിരിക്കും, എല്ലാം നോർമൽ ആയിരിക്കും. അപ്പം വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, നമുക്ക് ദർ ആർ സോ മെനി റീസൺസ് വേണ്ടാന്ന് വെക്കാനായിട്ട്. പക്ഷെ ഇഫ് യു ഹാവ് എ ക്ലാരിറ്റി ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഇതാണ് എൻ്റെ പാഷൻ എന്ന് ഒരു കാര്യം, ഡാൻസ് തന്നെയല്ല, വരയ്ക്കുന്നതാവാം, പാട്ട് പാടുന്നതാവാം, നിറ്റിങ് തയ്ക്കുന്നതാവാം, അങ്ങനെ എന്താണെങ്കിലും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അത്
കൂടെ കൊണ്ട് നടക്കുക. അതിന് എന്തായാലും പറ്റും. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ്, ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞതാ, ഞാൻ ഡിഗ്രി കഴിഞ്ഞു, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തു. അപ്പൊ ഒന്നും ഞാൻ ഡാൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. 10ലും ഡാൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല, 12ലും ഡാൻസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. പഠിക്കാവുന്ന രീതിയിലൊക്കെ പഠിച്ചു. ആ, പിന്നെ ഡാൻസിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഒരു എൻഡ് ഇല്ല. പഠിച്ച് ഇത്ര ഡാൻസ് ഐറ്റം പഠിച്ചു, അരങ്ങേറ്റം കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിനൊരു സ്റ്റോപ്പ് അല്ല. അതിങ്ങനെ ഇങ്ങനെ ഒരു ഓഷ്യൻ പോലെ കിടക്കുവാണ്. ഐ എം ഷുവർ സെയിം തിങ് വിത്ത് അതർ ആർട്ട് ഫോംസ് ടു. പല രീതിയിലുള്ള ആർട്ട് ഫോംസ് ഉണ്ട്. ഞാൻ ഭരതനാട്യമാണ് ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്, പക്ഷെ ഞാൻ മോഹിനിയാട്ടവും പഠിച്ചു. കുറച്ചു കാലം അതും പെർഫോം ചെയ്തായിരുന്നു. പക്ഷെ അപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ടും കൂടി ആകുമ്പോൾ രണ്ട് ഡിഫറെന്റ് ഡാൻസ് ഫോംസ് ആണ്, ഡാൻസ് സ്റ്റൈലാണ്. അപ്പൊ അത് കാരണം ഡിസൈഡഡ് ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഒരു ഡാൻസ് ഫോമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താണ്. എൻ്റെ ടീച്ചർ ഇവിടെ ബാംഗ്ലൂരാണ്. നാട്ടിൽ വെച്ച് വേറൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു കാലം ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പുറത്ത്, ഇന്ത്യയുടെ പുറത്ത് കുറച്ചു കാലം ഉണ്ടായിരുന്നു. അപ്പോഴും ഡാൻസ് നിർത്തേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നു അതില് ആ പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും ഐ റിയലൈസ്ഡ് എനിക്ക് അതിലുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് ആൻഡ് സന്തോഷം എനിക്ക് വേറെ ഒന്നിനും ഇല്ലായിരുന്നു. എല്ലാ സമയത്തും ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്യാതെ ഇരുന്നിട്ടില്ല. IT യിലായിരുന്നു. ചില സമയത്ത് ഭയങ്കര സ്ട്രെസ്സും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും ഈ ഡാൻസ് ആണ് ഹെൽപ്പ് ചെയ്തത് തന്നെ. ലൈക്ക് ഇമോഷണലി ആയാലും ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും സ്ട്രെസ് കുറയ്ക്കാൻ, ഫിസിക്കലി കുറേയൊക്കെ ഫിറ്റ് ആയിട്ടിരിക്കാൻ. ദൈവം സഹായിച്ച് അസുഖങ്ങളൊന്നുമില്ല. കുറേയൊക്കെ ഡാൻസിന്റെ കാരണം കൊണ്ട് തന്നെയാണ്. ബിക്കോസ് ഒരു വർക്കൗട്ടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഭരതനാട്യം ആയതുകൊണ്ട് എസ്പെഷ്യലി നല്ല ഒരു കാർഡിയോ വർക്കൗട്ടും ആണ്. ഒരു 1.5 മണിക്കൂറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം അതെൻ്റെ ഫിസിക്കിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഹെൽത്തിനെ കുറേ ഇംപ്രൂവ് ചെയ്യിക്കാം. മെന്റൽ ഹെൽത്ത്, ഇപ്പൊ ഒരു പാട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഐ എം ഷുവർ എൻ്റെ കുറേ പാട്ട് പാടുന്ന ഫ്രണ്ട്സ് ഉണ്ട്. അവര് പറയും അവര് പാട്ട് പാടിക്കഴിയുമ്പോൾ ഉള്ള അവരുടെ സന്തോഷം ഇസ് ഹ്യൂജ്. അപ്പോ ഇന്നോ സമയം കണ്ടെത്താൻ നമുക്ക് പറ്റും. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും ഇല്ല. 10ലെ പരീക്ഷയുടെ ഒരു ആഴ്ച ഡാൻസ് കളിക്കണ്ട, ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ് ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ച് ഡാൻസ് ക്ലാസ്സിൽ പോകണം. അത് നിർത്താൻ പാടില്ല. ആൻഡ് ഒരു ദിവസം ഡാൻസ് കളിച്ചാൽ പോരാ, ഡാൻസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യണം. തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ പോലെ 5 ദിവസം ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നതിൽ 3 ദിവസം പ്രാക്ടീസ് ആണ്, 2 ദിവസം ക്ലാസ് ആണ്. 2 ദിവസം ടീച്ചർ പഠിപ്പിക്കും, 3 ദിവസം ഞങ്ങൾ പെർഫോമൻസ് ടീം പ്രാക്ടീസ് ചെയ്യുവാണ് പല പല സ്റ്റേജസിന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി ഓഫ് വാട്ട് യു ആർ കമ്മിറ്റഡ് ടു ഡു, ദ ക്ലാരിറ്റി ഇൻ വിച്ച് യു ഡു ഇറ്റ്, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ഐ എം ഷുവർ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാണ് അല്ലേ അപ്പച്ചി? എനിക്കുണ്ടല്ലോ വീട്ടിലൊരാള്. യു നോ വാട്ട് യു വാണ്ട്. പണ്ട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എനിക്ക് ഈ ഡാൻസിനോടുള്ള ക്രേസ് കാരണം ഞാൻ വീട്ടിൽ ചോദിച്ചു ഞാൻ കലാമണ്ഡലത്തിൽ പോട്ടെ. പക്ഷെ അന്ന് അതിന് എൻ്റെ പേരൻസ്, അച്ഛനും അമ്മയും വിട്ടില്ല. കാരണം ദേ വാണ്ടഡ് അന്ന് ഡാൻസിന് ഇത്ര ഇമ്പോർട്ടൻസ് അന്നത്തെ കാലത്തില്ലായിരുന്നു. ഐ എം ടോക്കിംഗ് അബൌട്ട് 25 ഇയേഴ്സ് ബാക്ക്. അപ്പം അന്ന് സമ്മതിച്ചില്ല കലാമണ്ഡലത്തിൽ പോകാൻ. എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു, അത് എൻ്റെ ലൈഫ് ആക്കാനായിട്ട് ഞാൻ റെഡി ആയിരുന്നു. പക്ഷെ അതിന് സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ വേറൊരു സ്ട്രീം പഠിച്ചു. പക്ഷെ ലക്കിലി എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, ഇൻലോസ് എല്ലാം ഞാൻ ചെന്ന് കയറിയതും ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയിലാണ്. അപ്പൊ അത് കാരണം എനിക്ക് ആരെയും കൺവിൻസ് ചെയ്ത് ഇതിൽ പോകാതിരിക്കാനായിട്ടുള്ള ഒന്നും വന്നിട്ടില്ല. ആൻഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിലും പോലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതി, എസ്പെഷ്യലി കുട്ടികൾ. തീർച്ചയായിട്ടും എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ദ ലിറ്റിൽ ദാറ്റ് ഐ നോ പറയുവാണ്.
എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടെങ്കിൽ അത് കളയരുത്. കുറേശ്ശെ ആണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്യണം. ഇപ്പോൾ ചില ഡേയ്സ് നിങ്ങൾക്ക് 10ാം ക്ലാസ് വരുമ്പോൾ 12ാം ക്ലാസ് വരും, ജെഇ പരീക്ഷയുണ്ട്. നിങ്ങൾ ആ ജെഇ പരീക്ഷയുടെ ഇടയിൽ നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ട് പാടുക, നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും. ഫ്രം മൈ എക്സ്പീരിയൻസ്, ഒരു സ്ട്രെസ്ഫുൾ ഡേ ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒരു മണിക്കൂർ ഡാൻസ് ചെയ്യുവാണെങ്കിൽ ഐ ആം റിലാക്സ്ഡ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. അപ്പോൾ ഇപ്പം ഐ എം 48. ഓക്കെ, ഞാൻ എത്ര വർഷം മുന്നാണ് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ആൻഡ് ഏജ്, just if anybody is making an excuse that, oh, പ്രായമായി, I will not accept that at all. അതൊരു റീസണേ അല്ല. എൻ്റെ ടീച്ചർ is 51. And the way she performs, touch wood, with God's grace and ഗുരുക്കന്മാരുടെയും ബ്ലെസ്സിങ്സ് കൊണ്ട് ലാസ്റ്റ് ഇയേഴ്സ് SNA അവാർഡിയാണ് കേരളത്തിലെ സംഗീത നാടക അക്കാദമി ഭരതനാട്യത്തിന്റെ അവാർഡിയാണ് എൻ്റെ ഗുരു ശ്രീമതി അപർണ വിനോദ് മേനൻ. ഏജ് ഒരു ഫാക്ടർ അല്ല, നമ്മളുടെ ജോലി ഒരു ഫാക്ടർ അല്ല. നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. എസ്പെഷ്യലി ആർ പാഷൻ, നമുക്ക് സന്തോഷം തരുന്ന കാര്യം നമ്മൾ ചെയ്തിരിക്കണം. എല്ലാവരുടെയും കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്താല് ലാസ്റ്റ് നമ്മൾ മാത്രം നമ്മുടെ കാര്യം മാത്രം ചെയ്താൽ ശരിയാവില്ല. ഒരു സിമ്പിൾ കാര്യം പറയാം, നോട്ട് റിലേറ്റഡ് ടു ഡാൻസ്, പക്ഷെ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് നമ്മളും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. എൻ്റെ അച്ഛനിപ്പം ഹീസ് നോ മോർ. അപ്പോൾ ഹി വാസ് സിക്ക് ആൻഡ് ആശുപത്രിയിലായിരുന്നു. അമ്മ ഒരു ഡോക്ടറാണ്. ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അമ്മ വാസ് സോ സ്ട്രെസ്ഡ് ദാറ്റ് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഷീ വിൽ നോട്ട് ഹാവ്. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും പറയായിരുന്നു, അച്ഛനെ നോക്കണമെങ്കിൽ അമ്മ ഹാസ് ടു ബി സ്ട്രോങ്. ഓക്കെ, അമ്മ ഭക്ഷണം കഴിച്ചാലേ അച്ഛൻ്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പം വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ് അമ്മ ഷുഡൻ ബി ദ ലാസ്റ്റ് പേഴ്സൺ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ല, അതുപോലെ തന്നെയാണ് നമ്മളുടെ പാഷനും. എല്ലാ കാര്യങ്ങളും നമ്മളുടെ കഴിഞ്ഞിട്ട്, എസ്പെഷ്യലി ഫോർ ദ അമ്മ ഇവിടെ കുറെ അമ്മമാരില്ലേ, അവരോടും കൂടിയായിട്ട് പറയുക. എല്ലാ കുട്ടികളുടെ, എനിക്കും ഒരു മോനുണ്ട്. ഞാൻ രാവിലെ അവന്റെ കാര്യങ്ങളൊക്കെ, അവനിവിടെ ഇല്ല എൻ്റെ കൂടെ, കോളേജിലാണ്. ഇവിടെ ഉള്ളപ്പോ അവന്റെ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാ. പക്ഷെ ഐ ഡോണ്ട് കീപ് aside everything in my life to do only things for my husband and son. എൻ്റെ ഭർത്താവും എൻ്റെ മകനും മാത്രം കാര്യങ്ങൾ ഞാൻ ചെയ്യുള്ളൂ, എന്നിട്ടേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ് എനിക്കില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് മേക്സ് മീ എ സെൽഫിഷ് പേഴ്സൺ. എനിക്ക് തോന്നണില്ല. ഐ ഹവ് ഡൺ എൻ്റെ ഫാമിലി കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ ഹാപ്പിനെസ്സും ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ വെൻ ഐ സേ എൻ്റെ ഹാപ്പിനെസ്, നിങ്ങളുടെ കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഐ എം ട്രൈങ് ടു ഇൻക്ലൂഡ് യു ഗൈസ് ടു. നിങ്ങൾ കുട്ടികളുണ്ട്, 10ൽ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ജെഇ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടാവും. അമ്മമാർക്ക് ആർക്കെങ്കിലും ഇതിലുള്ള എനി പാഷൻ ഉണ്ടെങ്കിലും പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. സ്റ്റിൽ നോട്ട് ലേറ്റ്. ഞാൻ ഇവിടെ ബാംഗ്ലൂർ താമസിക്കുന്ന ഇവിടെ ഐ ഹവ് ട്രൈഡ് ടീച്ചിങ് എ ഫ്യൂ ലേഡീസ് ഡാൻസ്. ആരും പണ്ട് മുതലേ ഡാൻസ് പഠിച്ച ആൾക്കാരായിരുന്നില്ല. അത് സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് ഓഫ് മൈ പെർഫോമൻസസ്. എനിക്ക് എൻ്റെ ടീച്ചറിൻ്റെ കൂടെയുള്ള പെർഫോമൻസ് വരുമ്പോൾ എനിക്ക് ഇവരുടെ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പം ദാറ്റ് ഇസ് നോട്ട് എ ഫെയർ തിങ് ടു ഡു. അങ്ങനെയാണ് ഞാൻ ആ ക്ലാസ് എടുക്കുന്നത് നിർത്തിയത്. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, ഒത്തിരി അമ്മമാര് പഠിക്കുന്നുണ്ട്. ഗിവ് യു വൺ അനദർ എക്സാമ്പിൾ. എൻ്റെ കൂടെ 43 വയസ്സിൽ കളിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഈ വർഷം ജാനുവരിയിലായിരുന്നു അരങ്ങേറ്റം. കഴിഞ്ഞ 6 വർഷമായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ വരുന്നു. സക്സസ്ഫുള്ളി അരങ്ങേറ്റം ചെയ്തു. അപ്പം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അമ്മമാരും ഇവിടെ ആരൊക്കെയാ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അപ്പച്ചി പറഞ്ഞു ദാറ്റ് കുട്ടികളും അമ്മമാരും കൂടെയാണ് ജോയിൻ ചെയ്യാന്ന്. അപ്പം എന്നെ എൻ്റെ അമ്മ ഒത്തിരി സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കുറേയൊക്കെ ചെയ്യാൻ പറ്റിയ കാര്യം, ഇതുവരെയൊക്കെ എത്തിക്കാൻ പറ്റിയത്.
ഇപ്പോഴും ഉണ്ടെങ്കിൽ എൻ്റെ പ്രോഗ്രാംസിന് വരും. ഞാൻ ഗുരുവായൂർ പെർഫോം ചെയ്തപ്പം എൻ്റെ കൂടെ വരും. എൻ്റെ ചേച്ചി എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ അവള് ഡാൻസ് കളിക്കില്ല, ഞങ്ങൾ ഒരുമിച്ചാ ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. പക്ഷെ ചേച്ചി ഇടയിൽ നിർത്തി, ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പൊ എനിക്ക് ഡാൻസ് പ്രോഗ്രാംസ് പണ്ട് മുതലേ ഉള്ളപ്പം എല്ലാത്തിനും അവളാ കൂടെ വരിക, എല്ലാം മേക്കപ്പും അങ്ങനെയൊക്കെ. അപ്പം അഗൈൻ യുനോ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് നമ്മളുടെ ഇത്, എസ്പെഷ്യലി മെന്റൽ ഇമോഷണൽ സപ്പോർട്ട്. എനിത്തിങ് ദാറ്റ് യു ഹാവ് ഇൻ മൈൻഡ്, എനി പാഷൻ, പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. യുനോ അത് കൊണ്ട് നടക്കണം ഭാവിയിൽ. വെൻ യു ഗെറ്റ് ടു എ പോയിന്റ് വേർ ഈ കുട്ടികൾ അമ്മ, എസ്പെഷ്യലി ടു ദ അമ്മമാർസ് ഹിയർ, പിള്ളേർ അവർ പഠിച്ചവരുടെ വഴിക്ക് പോകും, പിന്നെ നമ്മൾ വീട്ടിലിരിക്കും. നമുക്ക് യുനോ നമുക്കൊരു കാര്യം ഉണ്ടെങ്കിൽ അന്നേരം ആലോചിച്ച, ഈവൻ ഇഫ് യു വെർ അറ്റ് എനി പോയിന്റ് എ ഡാൻസർ ആൻഡ് യു സ്റ്റോപ്ഡ്, പ്ലീസ് സ്റ്റാർട്ട് അഗൈൻ. യുനോ അയ്യോ എനിക്കിപ്പോ 45 വയസ്സായി, അല്ലെങ്കിൽ എനിക്ക് 50 വയസ്സായി, ഇനി ഞാൻ എന്ത് ഡാൻസ് ചെയ്യാനാ? നോ, അങ്ങനെയല്ല. യു ക്യാൻ ഡു ഇറ്റ്. ആൻഡ് പണ്ട് പഠിച്ചിട്ടില്ല, ഇപ്പോ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പാട്ട്, ഞാൻ ഡാൻസ് എന്ന എക്സാമ്പിൾ പറയുന്നു ബിക്കോസ് എനിക്ക് ഡാൻസിനെ പറ്റി പറയാനേ അറിയത്തുള്ളൂ. ഐ എം ഷുവർ ദാറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ലോട്ട് ഓഫ് അതർ ആർട്ട് ഫോംസ്. ഏത് ആർട്ട് ഫോം എടുത്താലും അത് ഇത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണെന്നാണ് എൻ്റെ ബിലീഫ്. ഞാൻ ഓടും, ഐ റൺ, ഐ ലവ് മാരത്തോൺസ്. കംപ്ലീറ്റ് മാരത്തോൺ ഓടിയിട്ടില്ല, പക്ഷേ 5K 10K ഒക്കെ ഓടാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഐ ഫൈൻഡ് ടൈം, യുനോ കുറച്ച് സമയം രാവിലെ ഓടാനായിട്ട്, അതിനുവേണ്ടി യോഗ ക്ലാസ് ജോയിൻ ചെയ്യും ടു ഹെൽപ്പ്. ഇത് ഞാൻ ആഡ് ചെയ്യുന്നത് ബിക്കോസ് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് തിങ്സ് ആർ പോസിബിൾ. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കും. ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ യുനോ പാഷൻ, വാട്ട് എവർ ഇറ്റ് ഇസ്. യോഗ ചെയ്യുന്നത് ചിലർക്ക് അത് മാത്രം മതി, ദാറ്റ് ഗിവ്സ് ലോട്ട് ഓഫ് യുനോ മെന്റൽ സ്ട്രെങ്ത്. ഐ ഹാവ് എ ഫ്രണ്ട് ഹൂ ഇസ് ഇൻ ടു മെഡിറ്റേഷൻ. അപ്പം കുറേ ഫാമിലി കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, ഷീ സ്റ്റാർട്ടഡ് ഡൂയിങ് ദിസ്, ആൻഡ് മെഡിറ്റേഷനിൽ കൂടിയാണ് ഇപ്പം ഷീ ഈസ് ലൈക്ക് സ്റ്റേബിൾ. ദാറ്റ് ഈസ് ഹെർ പാഷൻ നൗ. ഷീ മെഡിറ്റേറ്റ്സ്, വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും എവിടെയാണെങ്കിലും ഷീൽ ഡു ദാറ്റ്. സോ യുനോ എല്ലാം കഴിഞ്ഞിട്ട് ഇത് എന്ന് വിചാരിക്കാതെ നമ്മളുടെ കാര്യങ്ങളുടെ കൂടെ കൊണ്ട് നടക്കുക. നമ്മളെ കൊണ്ട് സാധിക്കും. വി ലേഡീസ് ആർ യുനോ മെയ്ഡ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. മൾട്ടി ടാസ്കിങ് ഇസ് ആർ സ്ട്രെങ്ത്. ഐ ട്രൂലി ബിലീവ് ദാറ്റ്. യുനോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല. ദ മെന്റൽ സ്ട്രെങ്ത് ഗോഡ് ഹാസ് ക്രിയേറ്റഡ് ആസ് സ്ട്രോങ് പീപ്പിൾ. I believe in that. അപ്പൊ അത് പ്ലീസ് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഐ എം ഷുവർ അപ്പച്ചി ഈസ് ഓൾവേസ് ദെയർ ഫോർ യുനോ എവ്രിബഡി ഫോർ യു ടു ഗോ ആൻഡ് ടോക്ക്. സംസാരിക്കൂ. ഷീ വിൽ ഷുവർലി സപ്പോർട്ട്. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി ദെയർ. ആൻഡ് യുനോ എൻ്റെ എക്സ്പീരിയൻസിൽ ഓരോ സ്റ്റേജസ് കഴിയുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെന്റ് മോട്ടിവേഷൻ. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഞങ്ങൾ വാരണാസിയിൽ പോയി കളിച്ചു. ആൻഡ് വി ഡിഡ് എൻ ഐറ്റം മഹാദേവ ശിവശംഭു. കേട്ടിട്ടുണ്ടോ അറിയില്ല, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ശിവന്റെ ഐറ്റമാണ്. ലോക്കൽ ക്രൗഡ് ഒക്കെ ഗംഗാ തീരത്താണ് കളിക്കുന്നത്. ആൻഡ് അവിടെ ഫുൾ അങ്ങനെ ഭയങ്കര ഹൈഫൈ സ്റ്റേജ് അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണ സ്റ്റേജ്, ഓപ്പൺ ഓഡിറ്റോറിയം, ആൾക്കാർ ഇങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾ കളിച്ചു. വി എൻഡഡ് ദ ഐറ്റം വിത്ത് എ ശിവ പോസ്. അപ്പം ഇറ്റ്സ് ഓം നമ ശിവായ നമ ശിവായ. എല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്ന് ഹർ ഹർ മഹാദേവ് എന്ന് പറഞ്ഞു. ആൻഡ് വി ആർ സ്റ്റാൻഡിങ് ഇൻ എ ശിവ പോസ്. അപ്പം ദ സന്തോഷം നമുക്കുണ്ടാവുന്ന ആ ഒരു ഫീല് ഞാൻ ക്യാപ്ജെമിനയിൽ ഇരുന്ന് ജോലി ചെയ്താൽ എനിക്ക് കിട്ടൂല. ഓക്കെ, ക്യാപ്ജെമിനയിൽ ഇരുന്ന് ജോലി ചെയ്യണം ഫോർ മൈ ലൈഫ് ടു ഗോ ഹെഡ്. But my lifeline is dance. Okay, അപ്പം what I think I've made the point clear. ആരെയും ബോറടിപ്പിക്കുന്നില്ല. എന്നോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ I'll take it now.
ഇത് ഡാൻസുകാരുടെ അമ്മമാരുണ്ട്. ആണോ? ഓ. ഡാൻസ് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ മാറി നിന്നിട്ട് ആഹാ. പിന്നീട് നമ്മുടെ കൂടെ വന്നതിന് ശേഷം ഗുരുവായൂര് പോയി ഡാൻസ് മകളോടൊപ്പം പഠിച്ച് അരങ്ങേറ്റം നടത്തിയ ആളുണ്ട്, ഡോക്ടർ സൗമ്യ. വെരി ഹയർ നൈസ്, സെക്കൻഡറി വെരി നൈസ്. അധ്യാപികയാണ്. സൗമ്യ സംസാരിക്കും. ഓ സുധാമ. തീർച്ചയായിട്ടും ചെറിയ പ്രായത്തില് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സാഹചര്യം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മകളുടെ കൂടെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചതാണ്. ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന ആ കുറഞ്ഞ സമയമാണെങ്കിലും കിട്ടുന്നൊരു സന്തോഷം വലുതാണ്. അതെ. ആഹ് അപ്പൊ എനിക്ക് മോഹിനിയാട്ടാണ് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പൊ അത് പഠിക്കണമെന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ആദ്യം ഭരതനാട്യം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഭരതനാട്യം അരങ്ങേറ്റം കഴിഞ്ഞു. മകളുടെ കൂടെ തന്നെ ഓ. ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കയറി എനിക്ക് കളിക്കാൻ പറ്റി. അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സൗഭാഗ്യമായിട്ട് കരുതുന്നത്. അത് അതെ. ഞാൻ സുധ ടീച്ചർ അടുത്ത് വന്നതിന് ശേഷമാണ് എനിക്ക്, കാരണം എനിക്ക് ഒരുപാട് കംഫർട്ട് സോൺ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടക്കാൻ പറ്റി. എനിക്ക് പല കാര്യങ്ങളിലും മറികടന്നും എൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയത് സുധ ടീച്ചറുടെ പല ക്ലാസ്സുകളാണ്. അതെനിക്ക് ഞാൻ ഞാൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് സുധ ടീച്ചർ എനിക്ക് കാണിച്ചു തന്നു. പല കാര്യങ്ങളും. ഇപ്പൊ ഇത് ഡാൻസിന്റെ കാര്യം മാത്രമല്ല, അല്ലാണ്ട് തന്നെ PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്, ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയത്, ഇങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ഈ ഒരു സുധ ടീച്ചറുടെ കൂടെ കൂടിയതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് അതൊക്കെ. ഓക്കെ, താങ്ക് യു. സോ ഹാപ്പി. വളരെ നല്ല കാര്യം സൗമ്യ. ഒത്തിരി സന്തോഷം. ഷുവർ അപ്പച്ചയുടെ ഈ ഈ കൂട്ടായ്മ വിൽ കണ്ടിന്യൂ. ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ. ആൻഡ് ഞങ്ങൾക്കും ഉണ്ട് ഈ അമ്മ മകൾ കോമ്പിനേഷൻ ഒത്തിരി. ഫ്യൂ ഓഫ് ദം ഞങ്ങളുടെ ക്ലാസ്സിലും ഉണ്ട്. ആൻഡ് അവരും പറയും വെൻ ദേ ഡു ഇറ്റ് ടുഗെദർ ഓൺ സ്റ്റേജ്, ആ ഒരു സന്തോഷം ഇസ് ഭയങ്കര വേറെ ലെവൽ. ഐ ഹവ് നോട്ട് ഹാഡ് ദാറ്റ്. പക്ഷെ ഒത്തിരി പേരൻസ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദാറ്റ് ആ ഒരു സന്തോഷം. ആൻഡ് ഒരു പോയിന്റ് സൗമ്യ പറഞ്ഞത് ഐ കംപ്ലീറ്റ്ലി അഗ്രി. ദ കംഫർട്ട് സോൺ. ഏനോ നമ്മളൊരു കംഫർട്ട് സോണിൽ പോയി കഴിയുമ്പം ഐ തിങ്ക് ടു കം ഔട്ട് ഓഫ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട്. ആൻഡ് അപ്പച്ചി, യു ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്, helping them to come out of their comfort zones and trying to explore things. വളരെ നല്ല കാര്യം സൗമ്യ. കണ്ടിന്യൂ ചെയ്യണം. ഡാൻസ് നിർത്താൻ പാടില്ല. ഞാൻ പറയണ്ടല്ലോ ദ സന്തോഷം ദാറ്റ് യു ഗെറ്റ്, എസ്പെഷ്യലി ഗുരുവായൂരൊക്കെ പോയി കളിക്കുമ്പം ഐ ഹവ് ഡൺ ദെയർ ഫ്യൂ ടൈംസ്, മൾട്ടിപ്പിൾ ടൈംസ്. എൻ്റെ മോഹിനിയാട്ടം അരങ്ങേറ്റം വാസ് അറ്റ് ഗുരുവായൂർ. അത് ഒത്തിരി വർഷമായി, സ്കൂളിൽ പഠിക്കുമ്പോഴായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എവ്രി ഇയർ ഗുരുവായൂർ ഒരു തവണ പെർഫോം ചെയ്യും. അപ്പോ ആ ഒരു സന്തോഷം ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ഇനിയിപ്പോ സൗമ്യക്ക്. സൗമ്യക്ക് അറിയാലോ. മോള് പഠിക്കുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പൊ രണ്ടുപേരും പഠിക്കുന്നുണ്ട്. മോളും പഠിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കുറച്ചായിട്ട് പോകാൻ പറ്റുന്നില്ല, എന്നാലും നീ തുടരണം തീർച്ചയായിട്ടും. ഈ അതെ. പറഞ്ഞ പോലെ നമുക്ക് ആ കിട്ടുന്ന ആ ഒരു കുറച്ച് മൊമെന്റ് ആണ് അതിൽ കിട്ടുന്ന ഒരു ഞാൻ ടീച്ചറാണ്. പക്ഷെ നമുക്കൊരു ക്ലാസ് എടുത്ത് പുറത്ത് വരുന്നതിനേക്കാൾ എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത് ആ ഡാൻസ് കളിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമില്ലേ, അത് അതെ. ഭയങ്കരമാണ് സത്യം പറഞ്ഞാല്. അത് ഇപ്പൊ മാം പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അത് റിയലൈസ് ചെയ്യുന്നത്. അതെ. ഞാൻ റെഗുലർ ജോലി ചെയ്യുന്നത് ഞാനൊരു AC റൂമിലിരുന്ന് ഒന്നും വേർക്കുന്നില്ല. എൻ്റെ ജോലികൾ ചെയ്യുന്നു. ഒരു ലാപ്ടോപ്പിന്റെ മുന്നിലിരുന്ന് സുഖമായിട്ടിരുന്ന് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഓ, ആ മീറ്റിങ്ങിൽ അവരങ്ങനെ പറഞ്ഞു, ഈ മീറ്റിങ്ങിൽ അവർ പറഞ്ഞു, ഈ ടൈം ലൈൻ മീറ്റ് ചെയ്തില്ല. ഞാനൊരു പ്രോജക്ട് മാനേജറാണ്. അപ്പൊ എനിക്ക് ഡെലിവറബിൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിനുള്ളിൽ, ഈ ബജറ്റിന്റെ ഉള്ളിൽ ഇന്ന പ്രോജക്റ്റ് തീർക്കണം എന്നുള്ളത്. അപ്പൊ ചിലപ്പം അതെന്തെങ്കിലും നടന്നില്ലെങ്കിൽ ഭയങ്കര പ്രഷറാണ്. അപ്പൊ ഈ AC റൂമിൽ ഇരുന്നിട്ട് ഇറങ്ങി വരുമ്പോഴും ഞാൻ സ്ട്രെസ്ഡ് ആണ്. പക്ഷെ ഇവിടെ നിന്ന് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഇറങ്ങി വരുന്നത് ഞാൻ ഫുള്ള് വേർത്തിട്ടായിരിക്കും. പക്ഷെ ഞാൻ ഇന്നേ വരെ ഐ ക്യാൻ റൈറ്റ് ആൻഡ് ഗിവ്. ഞാൻ സന്തോഷമല്ലാതെ ഞാൻ ഇറങ്ങി വന്നിട്ടില്ല. സോ പക്ഷെ ഇപ്പൊ അതെനിക്ക് ഒരു ചേഞ്ച് ഉണ്ട് മാം. കാരണം പണ്ട് പല സ്ത്രീകൾക്കും ആ, ഈ പ്രായമായില്ലേ, ഇനി ഇങ്ങനെ കളിക്കാൻ പറ്റും, മറ്റുള്ളവർ എന്ത് പറയും, കളിയാക്കോ എന്നൊക്കെ ചിന്ത ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പോ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ് തന്നെ അമ്മമാർക്ക് തന്നെ വേറെ ബാച്ച് ഉണ്ട്. അവര് മറ്റു മക്കളെ കൂടെ എല്ലായിടത്തിന് അരങ്ങേറ്റം നടത്തുന്നു. അപ്പൊ ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങി. എന്റെ എത്ര ഫ്രണ്ട്സ് അറിയും ഇപ്പൊ അരങ്ങേറ്റം കഴിഞ്ഞ് എന്റെ ഒരു ഏജ് ആയിട്ടുള്ള. അപ്പൊ അവർ എന്റെ ഫോട്ടോസ് അല്ലെങ്കിൽ എന്റെ ഡാൻസ് കണ്ടിട്ട്
അവരൊക്കെ പഠിച്ചു. ഇപ്പൊ അവരൊക്കെ കണ്ടിന്യൂ ചെയ്ത് പല സ്ഥലങ്ങളിൽ അവർ ഡാൻസ് കളിക്കുന്നു. അടി അപ്പൊ ഞാൻ കാരണം അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയായിരുന്നു നമുക്കൊരു വെരി ഗുഡ്, സന്തോഷമാണ്. വെരി എത്രയോ ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, സത്യം നമ്മുടെ ആഗ്രഹം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ ചെയ്യാൻ പറ്റും. പറ്റും. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട, നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കറക്റ്റ്. അതില് നല്ലതേ വരുള്ളൂ, നല്ല പോസിറ്റീവ് കാര്യം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ ഒത്തിരി ഡ്രൈവ് വേണ്ട. അപ്പൊ എന്നോട് ആരും പറയണ്ട ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാനായിട്ട്, ഞാൻ തന്നെ പോകും. എന്ത് സംഭവിച്ചാലും ഈവനിങ്സ് മൺഡേ, വെൻസ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോയിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ഐ വിൽ വർക്ക് അറൗണ്ട് ഇറ്റ്. എന്നാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ പോകാനുള്ളിടത്തൊക്കെ പോകുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഐ മേക്ക് ഷുവർ ഐ ഡോണ്ട് മിസ് എൻ്റെ ക്ലാസ്. സൗമ്യ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ തിരിച്ചു പോവുക, ഒത്തിരി ഡിലേ ചെയ്യണ്ട, അഗൈൻ കംഫർട്ട് സോണിൽ പോകരുത്. പോയിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പോവാണ്ടായപ്പോ മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഒന്നുകൂടി ഇൻസ്പിറേഷനായി പെട്ടെന്ന് ജോയിൻ ചെയ്യണം. എന്തായാലും ഞാൻ അടുത്തത് എന്റെ മോഹിനിയാട്ടം അരങ്ങേറ്റമായിരിക്കും തീർച്ചയായിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാന് 46 വയസ്സിലാണ് DD ഓഡിഷൻ കൊടുത്തത്. ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റിനെല്ലാം ഗ്രഡേഷൻ ഉണ്ട്. ഗ്രേഡഡ് അങ്ങനെയാണ് ഗ്രേഡ് ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ. അത് ദൂരദർശനാണ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ 46 വയസ്സിലാണ് ഫസ്റ്റ് ഗ്രേഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ ഗ്രേഡ് കിട്ടുന്നതും ഓഡിഷൻ ചെയ്യണം, അവർ ഇവാലുവേറ്റ് ചെയ്യും, അത് ഡൽഹിയിൽ പോകും, എന്നിട്ട് റിസൾട്ട് ഇഫ് വി ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. ബട്ട് സ്റ്റിൽ ഐ എം ടെല്ലിങ്, പറയാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ വയസ്സും ബാക്കി ഇതും ഒന്നും ഒരു ഫാക്ടർ അല്ല. വി ക്യാൻ ഡു ഇറ്റ്. ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. വേണ്ടാന്ന് വെക്കരുത്. യു ആർ നോട്ട് ദ ലാസ്റ്റ് പേഴ്സൺ, യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഗോ ഫോർ ഇറ്റ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരൈറ്റത്തിന് അവർ ലിമിറ്റഡ് ടൈമിൽ സമ്മാനം കിട്ടാൻ വേണ്ടി പെർഫോമൻസ് പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ആ സ്റ്റേജിൽ ചിലപ്പോൾ ആ സ്കൂളിൽ 3 പേരെ ഉണ്ടായിരിക്കുള്ളൂ, അതിൽ 1ാം സ്ഥാനം കിട്ടിയാലും ഓക്കെ, അതാണ് ഏറ്റവും വലുതെന്ന് അവർ ധരിക്കുന്നു. എന്നിട്ട് ഈ മത്സരാധിഷ്ഠിതമായിട്ടാണ് മിക്കവാറും ഈ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളിലും വരുന്നതെന്നുള്ളത് എനിക്ക് പലപ്പോഴും സങ്കടകരമായ ഒരു കാര്യമാണ്. ഞാൻ 58 വയസ്സായപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് അത് അടിത്തറ ഉറച്ചു വന്നത്. ഓരോന്നും വരണമെങ്കിൽ അതിന് ബേസ്മെന്റ് എന്ന് പറയുന്നത് ആദ്യം സ്കൂളിൽ കിട്ടുന്നതാണ്. പക്ഷേ നമ്മളുടെ കുഞ്ഞുങ്ങൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രഞ്ജുവിന്റെ അഭിപ്രായം എന്താണ്? അതിലെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ അപ്പച്ചി? അങ്ങനെ ഒരു ചെറിയൊരു എൻഡ്, ഈ ഒരു പ്രൈസ് ആണ് എന്ന് ഉദ്ദേശിച്ച് മാത്രം പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഷോർട്ട് ലിവ്ഡ്. അതിനൊരു ഫ്യൂച്ചർ ഇല്ല. അപ്പം എന്താന്ന് വെച്ചാൽ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അത് കഴിയുമ്പോൾ പിന്നെ അവിടെ സ്റ്റോപ്പായി. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റൻസി ഇല്ല, ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല. അപ്പം ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു എന്നുള്ളതും ഈ ആള് ക്ലിയർ അല്ല. ഈ ഒരു റിസൾട്ട് മാത്രം നോക്കി പോകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ് ബിക്കംസ് വെരി ഷോർട്ട് ലിവ്ഡ്. ആ ഒരു പ്രോഗ്രാം കഴിയുന്നു, ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു, പ്രൈസ് വാങ്ങിക്കുന്നു, വരുന്നു. അതുകൊണ്ട് ഇപ്പൊ ഒരു പ്രൈസ് മാത്രമാണ് മനസ്സിലെങ്കിൽ ദെൻ യു കനോട്ട് ഹെൽപ്പ് ഇറ്റ്. പക്ഷെ അതിനെ നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിൽ കൊണ്ടുവരിക, നമ്മളുടെ ഒരു പാഷനേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക. അല്ല, ഒരു ഐറ്റം പഠിക്കുമ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യുക. ഈ പ്രൈസ് വാങ്ങിക്കാൻ എല്ലാവർക്കും വി ഓൾ ലവ് ടു ഗെറ്റ് പ്രൈസ് കിട്ടുന്നത് സന്തോഷമാണ്, അക്കംപ്ലിഷ്മെന്റ്സ് സന്തോഷമാണ്. അപ്പം കുട്ടികളാവുമ്പോൾ അവർക്ക് അത്രയുള്ള മെച്ചൂരിറ്റി ഉണ്ടാവുള്ളൂ. അത് കാണുക, പ്രൈസ് കിട്ടുമ്പോൾ സന്തോഷം, ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. പക്ഷെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാൻ പാടില്ല. ആൻഡ് ഒരു ഐറ്റം ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ ഒന്നും ആവില്ല, 100% ആവില്ല. ഒരാഴ്ച കൊണ്ട് പഠിച്ചാൽ അത് അഗെയിൻ ആ ഒരു ടൈം പീരീഡിനേക്ക് കളിക്കാവുന്നത് മാത്രമേ ഉള്ളൂ. വി ആർ നോട്ട് ലേണിംഗ് എനിത്തിങ് ഫ്രം ഇറ്റ്. അപ്പം ഒരു ഐറ്റം ആണെങ്കിലും, ഞാൻ ഒരു ഐറ്റം 4 മാസം കൊണ്ടൊക്കെയാ പഠിക്കുന്നത്.
അങ്ങനെയാണ് ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ടീച്ചർ പഠിപ്പിക്കുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. ഒരു ഐറ്റം പഠിക്കുന്നത് ഒരു 4-5 മാസമൊക്കെയാണ്. ഇപ്പൊ ഒരു വർഷം ഞാൻ ആകെ പഠിക്കുന്നത് മാക്സിമം 2 ഐറ്റം ആയിരിക്കും. ഈ 5 ദിവസം പോയിട്ട് 5 ദിവസം 1.5 മണിക്കൂർ വെച്ച് ഒരാഴ്ചയിൽ പോയിട്ട് ഞാൻ ഒരു വർഷം പഠിക്കുന്നത് 2 ഐറ്റം ആയിരിക്കും, മാക്സിമം 3 ഐറ്റം. അപ്പം റെപ്പറ്റീഷന്റെ ഫലമാണത്. എക്സാക്ട്ലി. അതിന്റെ ഒരു ഐറ്റം ഒരു 10 സ്റ്റേജിൽ ചെയ്യുമ്പോൾ 10ാമത്തെ സ്റ്റേജിലായിരിക്കും നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടുന്നത്. നമ്മളുടെ വിചാരം നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. വി ഡോണ്ട് യുനോ. എനിക്കും ഉണ്ടായിരുന്നു ആ ഒരു തോട്ട് പ്രോസസ് ഒക്കെ കുഞ്ഞായിരുന്നപ്പം. ആദ്യം വളരും തോറും ലൈക്കിനോ മെച്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യും തോറും അതൊക്കെ റിയലൈസ് ചെയ്യുന്നു. അറ്റോ ഓക്കെ, ഇപ്പൊ ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങൾ ഈ കുട്ടികൾ തന്നെ ഒരു ഐറ്റം 2 സ്റ്റേജിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റേജിന്റെ വീഡിയോയും 2ാമത്തെ സ്റ്റേജിന്റെ വീഡിയോയും എടുത്തു നോക്കിക്കോളൂ. പ്രാക്ടീസ് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ ദെൻ ദർ വിൽ ബി എ ഡിഫറൻസ്. ഞങ്ങള് ഒരു ഐറ്റം ഒരു വർഷം ചിലപ്പം 10 സ്റ്റേജിലൊക്കെ കളിക്കും, സെയിം ഐറ്റം. അത് ദാറ്റ് ഈസ് നെവർ എ ബാഡ് തിങ്, ഇറ്റ്സ് ഓൾവേസ് എ ഗുഡ് തിങ്. അപ്പം യുനോ ഈ ഷോർട്ട് ലിവ്ഡ് ഇതിനെക്കാട്ടിലും ഒരു പ്രോഗ്രാം ചെയ്തു പ്രൈസ് കിട്ടി, ദാറ്റ് മീൻസ് യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ്, റൈറ്റ്? സോ കണ്ടിന്യൂ, ലേൺ ഇറ്റ്, ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. ആൻഡ് ഈ ഒരാഴ്ച മാത്രം പഠിച്ചിട്ട് ചെയ്യാതെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കി ക്ലിയർ ആയിട്ട് ബേസ് ഇട്ട് നല്ലതായിട്ട് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരു സ്ട്രെങ്ത് കൂടും, ഇൻട്രസ്റ്റും കൂടും. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ സെയിം ഫോർ മ്യൂസിക് ആണെങ്കിലും വരയ്ക്കുന്നതാണെങ്കിലും. എല്ലാത്തിനും ഒരു ബേസ് ഉണ്ടാവും. വരയ്ക്കുന്നത് പറഞ്ഞു കൊടുക്കുമല്ലോ, ഇന്ന കാര്യങ്ങൾ ഇത്ര ഡോട്ട് 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 ഇട്ട് വരച്ചാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട്. അപ്പം ബേസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബേസ് സ്ട്രോങ് ആക്കുക, എന്നിട്ട് മുന്നോട്ട് പോവാം.